പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. ചന്ദ്രനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചാന്ദ്രദിന ക്വിസ് മത്സരങ്ങളിൽ എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട 50-ലധികം ചോദ്യങ്ങളും അവയുടെ അധിക വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ, അതിൻ്റെ പിന്നിലെ രസകരമായ സ്റ്റോറികൾ കൂടി അറിഞ്ഞു പഠിച്ചാൽ ഉത്തരങ്ങൾ നമ്മൾ പിന്നെ മറക്കില്ല. അപ്പം അത്തരത്തിൽ ചന്ദ്രനെക്കുറിച്ചുള്ള ബെസ്റ്റ് ക്വിസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,84,000 കിലോമീറ്റർ. കൃത്യമായി പറഞ്ഞാൽ 3,84,400 കിലോമീറ്റർ. ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് ഏകദേശം 3.8 സെൻറ്റിമീറ്റർ വീതം അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും ഓർത്തു വെക്കണം. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ഉത്തരം എല്ലാവർക്കും അറിയാം. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ കാറ്റോ അന്തരീക്ഷമോ ഇല്ല. അപ്പോൾ അവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഡീറ്റെയിൽസ് പോലും അവിടെ ഒരു ഫോസിൽ പോലെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് അതിനെ ഫോസിൽ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? ഉത്തരം സെലനോളജി. ഗ്രീക്ക് പുരാണങ്ങളിലെ ചന്ദ്രന്റെ ദേവതയായ സെലീൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് വന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? സെലനോഗ്രഫി. സെലനോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോഹാൻ ഹിമോണിമസ് മ്രോട്ടർ. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ്. ഭൂമിയിൽ അന്തരീക്ഷമുള്ളതിനാലാണ് പ്രകാശത്തിന്റെ വിസരണം കാരണം പകൽ സമയം ആകാശം നീല നിറത്തിൽ കാണുന്നത്. എന്നാൽ ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, അതുകൊണ്ട് പ്രകാശ വിസരണം നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പകൽ സമയത്തും ആകാശം കടും കറുപ്പ് നിറത്തിലായിരിക്കും. അടുത്ത ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. 42% മുതൽ 45% വരെ ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഇത് ശ്വസിക്കാൻ പറ്റിയ വാതക രൂപത്തിലല്ല. സിലിക്കേറ്റുകളും ഓക്സൈഡുകളും പോലുള്ള ധാതുക്കളുമായി ചേർന്ന് ഖരരൂപത്തിലാണ് ചന്ദ്രനിൽ ഓക്സിജൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏതാണ്? 1959 ലൂണ 3 എന്ന പേടകം. ചന്ദ്രന്റെ ഭ്രമണ സമയവും പരിക്രമണ സമയവും ഒന്നാണ്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എപ്പോഴും. സോവിയറ്റ് യൂണിയന്റെ ലൂണ 3 ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് ചന്ദ്രന്റെ അദൃശ്യമായ മറുവശം കാണിച്ചു തന്നത്. മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? ഫ്രം എർത്ത് ടു ദി മൂൺ ബൈ ജൂൾസ് വേർണെ. 1865 എഴുതപ്പെട്ട, അതായത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് 104 വർഷം മുൻപ് എഴുതിയ ഈ സയൻസ് ഫിക്ഷൻ നോവലിൽ ഫ്ലോറിഡയിൽ നിന്നാണ് പേടകം വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ അപ്പോളോ 11 ദൗത്യം വിക്ഷേപിച്ചതും ഫ്ലോറിഡയിൽ നിന്നായിരുന്നു. സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം. ഈ ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്ന റൂട്ട് പൂർണ്ണ വട്ടത്തിലല്ല, അതൊരു ദീർഘവൃത്താകൃതിയിലാണ്. ഇങ്ങനെ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ചന്ദ്രൻ സാധാരണയേക്കാൾ 14% വരെ വലുതായും 30% വരെ കൂടുതൽ പ്രകാശത്തോടെയും കാണപ്പെടും. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? അപ്പോളോ 11. 1969 ജൂലൈ 20 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. അപ്പോളോ 11 നിന്ന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? ഈഗിൾ. അപ്പോളോ 11 പേടകത്തിന്റെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് നീൽ ആംസ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രിനെയും ചന്ദ്രന്റെ ഉപരിതലത്തിലെത്തിച്ച ചെറിയ ലാൻഡർ വാഹനത്തിന്റെ പേരാണ് ഈഗിൾ. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം നീൽ ആംസ്ട്രോങ് ഭൂമിയിലേക്ക് സന്ദേശം അയച്ചത് എങ്ങനെയായിരുന്നു? ദ ഈഗിൾ ഹാസ് ലാൻഡഡ്. എവിടെ നിന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? അമേരിക്കയിലെ കേപ്പ് കെന്നഡിയിൽ. എത്ര രാഷ്ട്രതലവന്മാർ ഒപ്പിട്ട ഫലകമാണ് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. ഇന്ത്യ ഉൾപ്പെടെയുള്ള 158 രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരുടെ മൈക്രോ ഫിലിം ചെയ്ത ഒപ്പുകളും സന്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള ഫലകമാണ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. പ്രകാശം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്തായതുകൊണ്ട് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം വെറും 1.3 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെത്തും. ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് മെൻ ഇൻ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്?
H.G. വെൽസ് 1901 ഈ സയൻസ് ഫിക്ഷൻ നോവൽ പ്രസിദ്ധീകരിച്ചത്. ഇതിനകത്ത് സെലനൈറ്റുകൾ എന്ന സാങ്കല്പിക ജീവികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ചന്ദ്രനിൽ ജീവിക്കുന്ന സെലനൈറ്റുകൾ എന്ന ജീവികൾ. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? ചൈനയിലെ വൻമതിൽ. പൊതുവെ പറയപ്പെടുന്ന ഒരു പ്രശസ്ത അറിവാണിത്. എന്നാൽ പിൽക്കാലത്ത് ചന്ദ്രനിൽ പോയ പല യാത്രികരും ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ളത് പ്രത്യേക ഉപകരണം, അതായത് ടെലിസ്കോപ്പും ബൈനോക്കുലേഴ്സും ഒന്നും ഇല്ലാതെ വെറും നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ വൻമതിൽ കാണാൻ പ്രയാസമാണെന്നാണ്. ഒരു മനുഷ്യനൊരു ചെറിയ ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം. ചന്ദ്രനിൽ വെച്ച് ഇത് പറഞ്ഞത് ആരാണ്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നിമിഷം നീൽ ആംസ്ട്രോങ് പറഞ്ഞ ലോക പ്രശസ്തമായ വാചകമാണിത്. ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ചന്ദ്രനിൽ കാറ്റോ അന്തരീക്ഷം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ വർഷങ്ങൾക്ക് ശേഷവും അവിടെ തന്നെ കിടക്കും. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ന്യൂട്ടൺ ഗർത്തം. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താണ്? പ്രശാന്ത സമുദ്രം ഓർ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. പേരിൽ സമുദ്രമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. പണ്ടുകാലത്ത് ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ നിരീക്ഷിച്ചിരുന്നവർ ചന്ദ്രനിലെ ഇരുണ്ട പരന്ന പ്രദേശങ്ങൾ കണ്ടിട്ട് അവിടെ വലിയ കടലാണെന്ന് തെറ്റിദ്ധരിച്ച് നൽകിയ പേരാണിത്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന മലനിരയായ ഇതിന് ഏകദേശം 5.5 കിലോമീറ്റർ ഉയരമുണ്ട്. അതായത് നമ്മുടെ എവറസ്റ്റിന്റെ പകുതിയിലധികം. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പൂർണ്ണമായിട്ട് വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസങ്ങളാണ് എടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പം ഒരു വർഷം കൊണ്ട് ഭൂമിയെ 13 തവണയിലധികം ചന്ദ്രൻ വലം വയ്ക്കുന്നുണ്ട്. അവസാനമായി ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയ വർഷം ഏതാണ്? 1972 ഡിസംബർ 12. യാത്രികരായ യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവരാണ് അവസാനമായി ചന്ദ്രനിൽ നടന്ന മനുഷ്യർ. അതിനുശേഷം ഏകദേശം കഴിഞ്ഞ 50-ലധികം വർഷങ്ങളായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. ചാന്ദ്രയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകിയ എം അണ്ണാദുരൈ ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ, മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-11. ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? G മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്നാണ്? 2008 നവംബർ 14. ISRO ചാന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 ഏറ്റവും വലിയ ചരിത്ര നേട്ടം ചന്ദ്രനിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തി ലോകത്തിനു മുന്നിൽ തെളിയിച്ചു എന്നുള്ളതാണ്. ചന്ദ്രനിലെ സാങ്കല്പിക നിവാസികളുടെ ജീവിതം വിവരിക്കുന്ന നോവൽ ഏതാണ്? ജോഹന്നാസ് കെപ്ലറുടെ സോംനിയം. പ്രശസ്ത ശാസ്ത്രജ്ഞനായ കെപ്ലർ 1608 ലാറ്റിൻ ഭാഷയിൽ എഴുതിയ പുസ്തകമാണിത്. ശാസ്ത്രലോകത്തെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലായിട്ടാണ് ഇതിനെ പലരും കണക്കാക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എങ്ങനെയാണ് ചലിക്കുന്നത്, എങ്ങനെ കാണപ്പെടും, ഇതൊക്കെയാണ് ഈ കഥയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ എത്ര ശതമാനമാണ് ചന്ദ്രന് പ്രതിഫലിപ്പിക്കാനാവുക? 7%. രാത്രിയിൽ ചന്ദ്രൻ നല്ല പ്രകാശത്തോടെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചന്ദ്രൻ ഒരുപാട് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന്. എന്നാൽ ചന്ദ്രന്റെ ആൽബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. അത് തന്നിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ വെറും 7% മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്രയാണ്? 27 ദിവസം 8 മണിക്കൂർ. ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ തിരിയാനെടുക്കുന്ന സമയവും, അതായത് ഭ്രമണം, അതുപോലെ പരിക്രമണം ചെയ്യാനും ഭൂമി ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭൂമിയിലുള്ളവർക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രം എപ്പോഴും കാണാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേരെന്താണ്? മരിയ ഓർ മേയർ. ലാറ്റിനിൽ കടലുകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ ഓർ മേയർ ഏതാണ്? മേയർ ഇംബ്രയം.
ചന്ദ്രനിലെ ഏറ്റവും വലിയ ഇരുണ്ട പ്രദേശമായ മേറിംബ്രയം മഴവില്ലുകളുടെ കടലാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് കാണാനാവുന്നത്? 59%. ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് ഭൂമിക്ക് നേരെ നിൽക്കുന്നതെങ്കിലും കൃത്യമായി 50% അല്ല നമ്മൾ കാണുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചില നേരിയ ചലനങ്ങൾ കാരണം, അതിന് ലിബറേഷൻ എന്നാണ് പറയുക, നമുക്ക് ആകെ ഉപരിതലത്തിന്റെ 59% വരെ ഭൂമിയിൽ നിന്ന് മാറി മാറി കാണാൻ പറ്റും. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ടെറെ. ടെറെ എന്ന ലത്തീൻ ഭാഷയിൽ അർത്ഥം വരുന്നത് കരകൾ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, തെളിഞ്ഞ പ്രദേശങ്ങൾ മരിയ അല്ലെങ്കിൽ കടലുകൾ എന്ന് പറയും. ഇരുണ്ട ഭാഗങ്ങൾ ടെറെ അല്ലെങ്കിൽ കരകളാണ്. ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തം ഏതാണ്? ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രയാൻ 1 നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള ഷാക്കിൾട്ടൺ ഗർത്തത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണമാണ് മൂൺ ഇമ്പാക്ട് പ്രോബ്. ഈ മൂൺ ഇമ്പാക്ട് പ്രോബിൽ ഇന്ത്യൻ പതാക ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 ഓഗസ്റ്റിൽ ഈ പേടകവുമായുള്ള റേഡിയോ ബന്ധം ഇല്ലാതായതിനെ തുടർന്നാണ് ISRO ഈ ദൗത്യം അവസാനിപ്പിച്ചത്. ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞതുപോലെ മയിൽസ്വാമി അണ്ണാദുരൈ ആണ് ചാന്ദ്ര മനുഷ്യൻ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ചന്ദ്രയാൻ 1 ദൗത്യ വിജയത്തോടെയാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇവയാണ് ഇന്ത്യക്ക് മുൻപേ ഈ നേട്ടം കൈവരിച്ച രാജ്യങ്ങളും സംഘടനകളും. ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം, അതായത് ആളില്ലാത്ത പേടകം ഏതാണ്? 2013 ചൈന വിജയകരമായി ചന്ദ്രനിലിറക്കിയ ആളില്ലാത്ത പേടകമാണ് ചാങ് 3. ചാങ് 3 പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിന്റെ പേരെന്താണ്? U2. ചാങ് 3 ഉണ്ടായിരുന്ന U2 എന്ന റോബോട്ടിക് റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് പഠനങ്ങൾ നടത്തി. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? 3ാമത്തെ രാജ്യം. USA, സോവിയറ്റ് യൂണിയൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിലെ പേടകം ഇറക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് ചൈന മാറി. ചാങ് 3 ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിന്റെ പേരെന്താണ്? മഴവിൽ പ്രദേശം. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3475 കിലോമീറ്റർ. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. 1609 താൻ സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പിലൂടെയാണ് ഗലീലിയോ ചന്ദ്രനെ നിരീക്ഷിച്ചത്. അതുവരെ ചന്ദ്രൻ മിനുസുള്ള ഒരു ഗോളമാണെന്നാണ് മനുഷ്യർ കരുതിയിരുന്നത്. എന്നാൽ ചന്ദ്രനിലെ മലനിരകളും അതുപോലെ ഗർത്തങ്ങളുമുണ്ടെന്ന് ഗലീലിയോ ഗലീലി ലോകത്തിന് കാട്ടിത്തന്നു. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ലാഡി. ഇതിൻ്റെ ഫുൾ ഫോം ലൂണാർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഡസ്റ്റ് എൻവയോൺമെൻറ്റ് എക്സ്പ്ലോറർ എന്നാണ്. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തെക്കുറിച്ചും ചന്ദ്രോപരിതലത്തിലെ പൊടിപടലങ്ങളെക്കുറിച്ചും പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണിത്. ദൗത്യത്തിനൊടുവിൽ ഈ പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തന്നെ ഇടിച്ചിറക്കുകയാണ് ഉണ്ടായത്. ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം ഏത്? മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രയാൻ 1 പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മനഃപൂർവ്വം ഇടിച്ചിറക്കിയ ബോക്സ് ആകൃതിയിലുള്ള ഒരു ഉപകരണമാണ് ഈ MIP. ഇത് ചന്ദ്രനിലേക്ക് പതിക്കുന്നതിനിടയിൽ എടുത്ത അളവുകളാണ് ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന കണ്ടെത്തലിലേക്ക് വഴിതെളിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? അലൻ ഷെപ്പേർഡ്. 47 വയസ്സായിരുന്നു. അപ്പോളോ 14 ദൗത്യത്തിലൂടെയായിരുന്നു അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അവിടെ വെച്ച് അദ്ദേഹം ഒരു ഗോൾഫ് ബോൾ അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു എന്ന ചരിത്രമുണ്ട്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയുടെ 1/6 മാത്രമായതിനാലാണ് ആ പന്ത് ഒരുപാട് ദൂരം പറന്നുപോയത്. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് ഡ്യൂക്ക്. 36 വയസ്സായിരുന്നു. അപ്പോളോ 16 ദൗത്യത്തിലെ യാത്രികനായിരുന്നു ചാൾസ് ഡ്യൂക്ക്. കൂട്ടുകാരെ, ഈ ചന്ദ്രദിന ക്വിസിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ വരുന്നുണ്ട്. അടുത്ത പാർട്ടിലും ഇതുപോലെ ഓരോ ചോദ്യത്തിനും എക്സ്പ്ലനേഷൻസ് വേണോ അതോ വെറും 1 ലൈൻ ചോദ്യോത്തരങ്ങൾ മാത്രം മതിയോ എന്നുള്ളതിൻ്റെ അഭിപ്രായം വേഗത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പാർട്ട് 2 കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്